കാർഷിക വാർത്തകൾ. സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ 10,000 പുതിയ കർഷക ഉൽപാദന സംഘടനകൾ എന്ന ലക്ഷ്യം കൈവരിക്കും. 6,865 കോടി രൂപയുടെ ബഡ്ജറ്റ് വിഹിതത്തോടെ 2020 ആരംഭിച്ച കേന്ദ്ര പദ്ധതിയാണിത്. 2020 ആരംഭിച്ച കേന്ദ്ര പദ്ധതിയാണിത്. 5 വർഷത്തിന് ശേഷമാണ് പദ്ധതി ലക്ഷ്യം കൈവരിക്കുന്നത്. നിലവിൽ 9,268 കർഷക ഉൽപാദന സംഘങ്ങൾ സഹകരണ സ്ഥാപനങ്ങളായും ഉൽപാദന കമ്പനികളായും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. 732 കൂട്ടായ്മകൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. കാർഷികോൽപ്പന്നങ്ങൾ സമാഹരിച്ച് വരുമാനം വർദ്ധിപ്പിക്കൽ, വിപണി പ്രവേശനം മെച്ചപ്പെടുത്തുക, വിവിധ കാർഷികോൽപ്പന്നങ്ങളുടെ മൊത്തവിതരണക്കാരെ കണ്ടെത്തുക, അതുവഴി കൃഷി ചെലവ് കുറയ്ക്കുക എന്നിവയാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ അവസാനം വരെയാണ് പദ്ധതിയുടെ കാലാവധി. കഴിഞ്ഞ 2 വർഷത്തിനിടെ നിരവധി കർഷക കൂട്ടായ്മകൾ രൂപീകരിച്ചതിനാൽ FPOകൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായം അടുത്ത വർഷത്തേക്കും തുടരുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പാം ഓയിൽ ഇറക്കുമതിയിലുണ്ടായ കുറവ് പ്രാദേശിക വിപണികളിൽ വെളിച്ചെണ്ണയ്ക്ക് നേട്ടമായി. അതേസമയം പച്ചത്തേങ്ങ, കൊപ്ര ക്ഷാമം രൂക്ഷമാകുന്നു. തുടർച്ചയായ മുന്നേറ്റത്തിന് ശേഷം വിലയിൽ മാറ്റമില്ലാതെ കുരുമുളക്. തമിഴ്നാട്ടിൽ കൊപ്രവില വീണ്ടും ഉയർന്നു. നാളികേരോൽപ്പന്നങ്ങൾക്ക് നേരിട്ട രൂക്ഷമായ ക്ഷാമം കൊപ്രയാട്ട് വ്യവസായ രംഗത്ത് സ്തംഭനാവസ്ഥ ഉളവാക്കുന്നു. വൻകിട ചെറുകിട മില്ലുകാർ ഉയർന്ന വിലയ്ക്ക് സ്റ്റോക്കുള്ള എണ്ണ വിറ്റുമാറാനുള്ള ശ്രമത്തിലാണ്. പച്ചതേങ്ങ, കൊപ്ര ലഭ്യത അവിടെ കുറഞ്ഞതിനാൽ കേരളത്തിലെ മില്ലുകാരും കരുതലോടെയാണ് നീക്കങ്ങൾ നടത്തുന്നത്. കൊച്ചിയിൽ കൊപ്രവില 15,300 രൂപയിലും വെളിച്ചെണ്ണ 22,700 രൂപയിലും വിപണനം നടന്നു. പാം ഓയിൽ ഇറക്കുമതി ചുരുങ്ങിയത് പ്രാദേശിക വിപണികളിൽ വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് ഉയർത്തി. വിയറ്റ്നാമിൽ കുരുമുളക് വില സ്റ്റഡിയായി നീങ്ങിയത് ഇന്ത്യൻ വിപണിക്കും താങ്ങായി. കഴിഞ്ഞ ദിവസങ്ങളിൽ അന്തർ സംസ്ഥാന വാങ്ങലുകാർ ആഭ്യന്തര നിരക്ക് ഇടിക്കാൻ ശ്രമം നടത്തിയിരുന്നു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇതര ഉൽപാദന രാജ്യങ്ങളും കുരുമുളക് വിലയിൽ ഇന്ന് കാര്യമായ മാറ്റം വരുത്തിയില്ല. അൺഗാർബിൾഡ് 63,900 രൂപയിൽ വ്യാപാരം നടന്നു. കൊച്ചിയിൽ 20 ടൺ മുളക് വിൽപ്പനയ്ക്ക് വന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള വിപണികളിൽ റബ്ബറിന് തളർച്ച. പ്രതീക്ഷ മങ്ങി ഏലം വിപണി. വാരാന്ത്യം കനത്ത ഇടിവാണ് ഏലം വിലയിലുണ്ടായത്. ജപ്പാൻ, സിംഗപ്പൂർ റബ്ബർ അവധി വ്യാപാര രംഗത്തെ തളർച്ച കണ്ട് മുഖ്യ കയറ്റുമതി വിപണിയായ ബാങ്കോക്കിൽ ഷീറ്റ് വില 21,638 രൂപയിൽ നിന്നും 21,264 രൂപയായി താഴ്ന്നു. ഇതിന്റെ ചുവടുപിടിച്ച് ഏഷ്യയിലെ ഇതര വിപണികളിൽ റബ്ബറിനെ തളർച്ച നേരിട്ടു. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് ഷീറ്റ് വില 19,000 രൂപയിൽ നിന്നും 18,900 രൂപയായി. ഏലം ലേലത്തിൽ ഉൽപ്പന്ന വില താഴ്ന്നു. വാരാന്ത്യം 4,000 രൂപയിലേക്ക് ഉയർന്ന മികച്ചിനങ്ങളുടെ വില ഇന്ന് 3,346 രൂപയായി ഇടിഞ്ഞു. തേക്കടിയിൽ നടന്ന ലേലത്തിൽ ശരാശരി 2,998 രൂപയിൽ കൈമാറി. മൊത്തം 73,179 കിലോ ഏലക്ക വന്നതിൽ 71,372 കിലോയും വിൽപ്പന നടന്നു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും നേരിയ മഴ ലഭ്യമായത് പകൽ താപനിലയിൽ നേരിയ കുറവിന് ഇടയാക്കിയെങ്കിലും തുടർമഴയ്ക്കുള്ള സാധ്യതകൾക്ക് മങ്ങലേറ്റു. കഴിഞ്ഞ വാരം അന്തരീക്ഷ താപനില ഉയർന്നതിനാൽ പല തോട്ടങ്ങളിലും ചെടികൾക്ക് തളർച്ച സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ജലസേചന സൗകര്യമൊരുക്കി പ്രതിസന്ധിയിൽ നിന്നും ഏലച്ചെടികൾക്ക് പുതുജീവൻ പകരാനുള്ള ശ്രമങ്ങൾക്കും കർഷകർ മുതിർന്നിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഭ്യന്തര വിപണിയിലെ വിലയിടിവ് കണക്കിലെടുക്കാതെ പഞ്ചസാര കയറ്റുമതിക്ക് അനുമതി നൽകി കേന്ദ്ര സർക്കാർ. 1 മില്യൺ ടൺ പഞ്ചസാര കയറ്റുമതിക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. കരിമ്പ് കർഷകർക്ക് പണം നൽകാൻ മില്ലുകളെ സഹായിക്കുന്നതിന് കയറ്റുമതി അനുവദിക്കണമെന്ന് ഇന്ത്യൻ ഷുഗർ ആൻഡ് ബയോ എനർജി മാനുഫാക്ചറേഴ്സ് അസോസിയേഷന്റെയും നാഷണൽ ഫെഡറേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറീസിന്റെയും നിർബന്ധത്തെ തുടർന്നാണ് തീരുമാനം. 2 ദശലക്ഷം പഞ്ചസാര കയറ്റുമതിക്കാണ് അനുമതി തേടിയത്. എന്നാൽ മിച്ച ഉൽപാദനം പരിഗണിച്ചാണ് സർക്കാരിന്റെ തീരുമാനം. മതിയായ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കിയതാണ് ഈ നീക്കം. ഒക്ടോബർ 1 മുതൽ ആരംഭിക്കുന്ന നിലവിലെ പഞ്ചസാര സീസൺ 32 മില്യൺ ടൺ ഉൽപാദനം ലക്ഷ്യമിടുന്നുണ്ട്. ഇതിൽ 28.5 മുതൽ 29 മെട്രിക് ടൺ ഗാർഹിക ഉപഭോഗത്തിനും 4 മില്യൺ ടൺ എത്തനോൾ ഉൽപാദനത്തിനും ഉപയോഗിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശില്പശാല ഈ മാസം 27-ന് കായംകുളത്ത് നടക്കും. പരിപാടിയിൽ മാറുന്ന കാർഷിക മേഖലയും മാധ്യമങ്ങളും എന്ന വിഷയം ചർച്ച ചെയ്യും. കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിന്റെ കായംകുളം പ്രാദേശിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ശില്പശാല ഈ മാസം 27-ന്
മാറുന്ന കാർഷിക മേഖലയും മാധ്യമങ്ങളും എന്ന വിഷയത്തിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. കൊച്ചിയിലെ കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ടി പ്രദീപ് കുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്യും. CPCRI ഡയറക്ടർ ഡോക്ടർ KB ഹെബ്ബർ അധ്യക്ഷത വഹിക്കും. നെതർലാൻഡ്സ് മുൻ അംബാസിഡർ വേണു രാജാമണി, സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് വിദഗ്ധാംഗം ഡോക്ടർ ജിജു P. അലക്സ് എന്നിവർ മുഖ്യാതിഥികളാകും. കേരള കാർഷിക സർവകലാശാല, കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞരുമായി സഹകരിച്ച് തയ്യാറാക്കിയ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വീഡിയോ ഡോക്യുമെന്ററിയുടെ പ്രകാശനം വേണു രാജാമണി നിർവഹിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കവുങ്ങിനുണ്ടാകുന്ന രോഗങ്ങൾ തടയുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബജറ്റിൽ 67 കോടി രൂപ നീക്കിവെക്കണമെന്ന് നിർദ്ദേശം. കവുങ്ങ് തോട്ടങ്ങളിലെ രോഗങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയമിച്ച സമിതിയുടെ ശുപാർശകൾ പരിഗണിച്ചേക്കുമെന്ന് വിലയിരുത്തൽ. ഇലമഞ്ഞളിപ്പ്, ഇലപ്പുള്ളി തുടങ്ങിയ രോഗങ്ങൾ കവുങ്ങിനെ കാര്യമായി ബാധിക്കുന്നതായാണ് വിലയിരുത്തൽ. കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനായി 67 കോടി രൂപ അനുവദിക്കണമെന്നാണ് സമിതിയുടെ നിർദ്ദേശം. കവുങ്ങ് മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത സമിതി വ്യക്തമാക്കി. കവുങ്ങും അടയ്ക്കയും ഹാനികരമായവയാണ് എന്ന ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ ആശങ്കയിലാണ് കർഷകർ. കൂടാതെ അടയ്ക്കയുടെ നിയമവിരുദ്ധ ഇറക്കുമതി തടയാൻ സർക്കാർ നിരവധി പദ്ധതികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കിയത്. അടയ്ക്കയുടെ ഏറ്റവും കുറഞ്ഞ ഇറക്കുമതി വില കിലോഗ്രാമിനും 351 രൂപയായി നിശ്ചയിച്ചിട്ടുണ്ട്. ആവശ്യം വന്നാൽ സർക്കാർ ഇത് പരിഷ്കരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടയ്ക്ക നിയമവിരുദ്ധമായി ഇറക്കുമതി ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 191, RSS 5 187, ലാറ്റക്സ് 140, ജാതിക്ക 380, ജാതിപത്രി 2100 മുതൽ 2300 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 250, കാപ്പിക്കുരു 240, കൊക്കോ പരിപ്പ് 750, കുരുമുളക് ഗാർബിൾ 65,900, കുരുമുളക് അൺഗാർബിൾ 63,900, ഏലക്ക 3000 മുതൽ 3100 വരെ, വെളിച്ചെണ്ണ 22,600, കൊപ്ര 17,400, ചുക്ക് 32,500.